സുഖൂലൊക്കെ വരും മുൻപ് ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം കൂടി കേൾക്കാം. എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. പറഞ്ഞു വരുന്ന പാഠമൊന്നും ഒരു വിലാപം ഇസ്ലാം മതത്തിന് എങ്ങനെയാണത് ഇസ്ലാം മതത്തിനെതിരാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ അൻവറിൻ്റെ ഈ ഷൗക്കത്തിൻ്റെ തിരക്കഥകൾ ഏതർത്ഥത്തിലാണ് മതത്തിനെതിരാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് ശ്രീ പി വി അൻവറിൻ്റെ ധാരണ. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, അതിനുശേഷം പിന്നെ പറഞ്ഞു സ്വരാജിന് എങ്ങനെ വോട്ട് ചെയ്യും, സ്വരാജിന് എങ്ങനെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യും. അപ്പം കയ്യിലുള്ള ആയുധം വർഗീയതയാണ് ശ്രീ സുഖു അല്ലേ? അല്ല, എന്ത് വർഗീയതയാണ് പി വി അൻവർ ഉപയോഗിക്കുന്നത് ഹാഷ്മി? നമുക്കറിയാലോ, നിലമ്പൂരിലെ ആര്യാടന്മാരുടെ ഒരു ചരിത്രമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിനെയും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളെയും കൂട്ടുപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലീഗിനെയും മതന്യൂനപക്ഷങ്ങളെയും തള്ളിപ്പറയുന്നൊരു സമീപനം സ്വീകരിക്കുന്നവരായിരുന്നു ഈ നിലമ്പൂർ മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾ വിലയിരുത്തിയവരാണ് ഇവരെ. എത്ര അനുഭവങ്ങൾ നിങ്ങൾക്കറിയോ? സേട്ടു സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്രൂദ് എന്നൊരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട് ആര്യാടൻ അന്തരിച്ചു പോയ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ സേട്ടു സാഹിബിനെതിരെ. അങ്ങനെ എത്ര കലാപങ്ങൾ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ ഈ ആര്യാടന്മാരും ഈ നിലമ്പൂരും കേരളത്തിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യില്ലേ? അങ്ങനെ വാവിട്ട പ്രതികരണങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട് ശ്രീ സുഖു? അങ്ങനെ കണക്ക് പറഞ്ഞാൽ എത്രയെത്ര പരസ്പര വിമർശനങ്ങൾ ഒക്കെ ഓരോരോ കാലത്ത് ഓരോന്നുണ്ടായിട്ടില്ലേ? കാലം മുന്നോട്ടേക്ക് പോവല്ലേ? അപ്പോൾ പോയ കാലത്തെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ചുവയുള്ള കാരണം എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നല്ല ലക്ഷ്യമാണോ? അല്ലല്ലോ, അത് ഗൂഢലക്ഷ്യമല്ലേ? അല്ല ഹാഷ്മി ഇപ്പോൾ ഉദ്ദേശിച്ചത് നമുക്കറിയാലോ. അപ്പോൾ പി വി അൻവർ ഏത് തരത്തിലുള്ള വർഗീയത ഇപ്പോൾ ഈ പരാമർശത്തിൽ കണ്ടിട്ടുള്ളത്? ഏത് തരത്തിലുള്ള വർഗീയത? ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പ്രശ്നമല്ലേ അൻവർ ഉയർത്തിയിട്ടുള്ളൂ.